പതിവ് പോലെ ഭഗവാനോട് നന്ദിയൊക്കെ പറഞ്ഞ് ഇന്നത്തെ ദിവസം നമ്മുടെ ആരംഭിക്കുകയാണ് കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കണ അമ്മയെന്നാണ് കുട്ടികൾ പറഞ്ഞേക്കണേ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കണതാണ്. ഉണ്ടാക്കുമ്പോ രണ്ടു മൂന്നെണ്ണം കൂടുതൽ ഉണ്ടാക്കിക്കോട്ടെ അമ്മേ എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ കിടന്നേക്കണേ. അപ്പൊ ആദ്യം തന്നെ ഞാൻ കുറച്ച് കാടമുട്ടയൊക്കെ പുഴുങ്ങാട്ടു, ചായ വെച്ചു, പിന്നെ സ്ഥിരം നമ്മുടെ മെലഡി സോങ്സ് വെച്ചു കേട്ടോ. ഇന്ന് ഹിന്ദി പാട്ടുകളാ വെച്ചേക്കണേ. കാടമുട്ട വേറെ ആയിരിക്കുമല്ല, എനിക്ക് തന്നെയാ. ജിമ്മിൽ പോയി വന്നിട്ട് കഴിക്കാനാ. ഹരിത കുറച്ച് ചന്ദനം തൊട്ട് നെടിയെന്നും പറഞ്ഞു പ്രശാന്തായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ആൾക്ക് ചന്ദനം തൊട്ട് കൊടുത്ത് ചായയൊക്കെ കൊടുത്ത് ഞാൻ വീണ്ടും നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാണ് കേട്ടാ. ഇന്ന് ഉണ്ടാക്കണ ഐറ്റം എന്താണെന്നറിയോ? ചപ്പാത്തിയിൽ കുറച്ച് വെജിറ്റബിൾസും മുട്ടയൊക്കെ വെച്ചിട്ട് ഒരു സാൻഡ്വിച്ച് പോലെ സെറ്റാക്കി എടുക്കാനാണ് കേട്ടാ. ഇത് നമ്മുടെ വീട്ടിൽ മിക്ക അമ്മമാര് ചെയ്യുന്നുണ്ടാവും. എന്നാലും ഞാൻ എന്റെ രീതിയിൽ ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാം കേട്ടാ. പ്രശാന്തേട്ടൻ മിക്ക ദിവസവും ഇത്രയും നേരത്തെ തന്നെ പോകട്ടോ എല്ലാ സൈറ്റുകളിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ മുട്ടയിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കൊത്തി പൊരിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് വെജിറ്റബിൾസ്, അതായത് തക്കാളി, സവാള, പിന്നെ കാബേജ് ഒക്കെ കൂടിയിട്ട് ചോപ്പ് ചെയ്തിട്ട് ഉപ്പും കുരുമുളകും ഇട്ട് മിക്സ് ചെയ്യാം. ഇത് ഉണ്ടാക്കാൻ ചീസും കൂടി വേണം കേട്ടാ. പിന്നെ നമ്മുടെ ചപ്പാത്തിയുടെ നടുക്കുന്ന് ഒരു വര പോലെ വരച്ച് ഒന്ന് കീറിയെടുക്കുക. എന്നിട്ട് ആ സൈഡിൽ ചീസ് വെക്കുക, പിന്നെ കുറച്ച് മുട്ട വെക്കുക, കുറച്ച് വെജിറ്റബിൾസ് വെക്കുക, വീണ്ടും ചീസ് വെക്കുക. നമ്മൾ ത്രികോണാകൃതിയിൽ ഇതുപോലെ മടക്കി എടുക്കുക കേട്ടാ. ഭയങ്കര ഈസിയാണ്, പക്ഷെ പിള്ളേർക്ക് അത് കഴിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടാ. അപ്പൊ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. പിന്നെ ബാക്കി വന്ന ഐറ്റംസ് 2 ചപ്പാത്തിയും കൂടി എടുത്തിട്ട് ഇതുപോലെ പകുതിയാക്കി മടക്കി ഞാൻ ചീസും എല്ലാം മിക്സ് ചെയ്ത് വെച്ചു കേട്ടാ. ഓവനിൽ വെച്ചപ്പോൾ ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് കിട്ടിയത്. എനിക്കത് തൃപ്തിയായില്ല. ഞാൻ പറഞ്ഞു നമ്മുടെ പണ്ടത്തെ പരിപാടി തന്നെ മതി എന്നും പറഞ്ഞ് ദോശത്തട്ട് എടുത്ത് അതിന്റെ മേലെ വെച്ച് നല്ല ക്രിസ്പി ആക്കി എടുത്തു കേട്ടാ. ഓവനിൽ വെച്ചാൽ ഭയങ്കര സ്മൂത്ത് ആയിട്ടും ഇതുപോലെ ദോശത്തട്ടുമ്പോ വെച്ച് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും കേട്ടോ ചപ്പാത്തി. അപ്പൊ അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് നമ്മുടെ പഴയ സംഭവം തന്നെ എടുത്ത് ദോശത്തട്ടില് സാധനം റെഡിയാക്കി. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാകുമ്പോ അത്യാവശ്യം ഹെൽത്തിയും ആണ്. കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കുട്ടികളുടെ ഉള്ളിൽ ചെല്ലും. അപ്പോഴത്തേക്കും അവര് കുളിച്ച് റെഡിയായി രണ്ടുപേരും കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അവർക്ക് കഴിക്കാൻ ഞാൻ ആ മടക്കി വെച്ച പോലത്തെ സാൻഡ്വിച്ചും പിന്നെ കൊണ്ടുപോകാനായിട്ട് ഞാൻ ആ ത്രികോണാകൃതിയിലുള്ളതാണ് കേട്ടോ ആക്കണത്. പിന്നെ അവരെ കൂടി ഇരുന്ന് കുറച്ച് ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇനി നമുക്ക് ലഞ്ച് ബാഗ് ഒക്കെ പാക്ക് ചെയ്യാം കേട്ടോ. അവർക്ക് കഴിക്കേണ്ടത് കൂടാതെ ഒരെണ്ണം കൂടി എക്സ്ട്രാ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കൊടുത്തു വിടണേ. എന്ന് വെച്ചാൽ അവരെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അവരെ ഒരുക്കി സ്കൂളിൽ വിടാം. ഇന്നലെ ജാനുവിന്റെ കുഞ്ഞിതിലത്തെ ഒരു ഫോട്ടോ കണ്ടപ്പോ തൊട്ട് എനിക്കൊരു ആഗ്രഹം കണ്ണും പിരികനൊക്കെ എഴുതി വിടണം എന്ന്. അവൾക്കാച്ചാൽ അത് ഒട്ടും പിടിച്ചിട്ടില്ല. പിന്നെ ഞാൻ കുറെ സോപ്പ് ഇട്ട് പറഞ്ഞു അമ്മയുടെ ഒരു കുഞ്ഞുബാബ തന്നെയല്ലേ ഇപ്പോ എന്നൊക്കെ പറഞ്ഞ് സെന്റിയൊക്കെ അടിച്ച് ഒരു വിധത്തിൽ ഞാൻ സമ്മതിപ്പിച്ച് ഇന്ന് കണ്ണും ബിരിയാനും ഒക്കെ എഴുതിയിട്ടാണ് കേട്ടോ റെഡിയാക്കിയേക്കണേ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് ക്ലാസ്സിൽ ചെല്ലുമ്പോ ഇത് ഏത് ഈ സുന്ദരിന്ന് കൂട്ടുകാരൊക്കെ ചോദിക്കും കേട്ടാ. പക്ഷെ അവൾക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അമ്മയുടെ ഒരു ആഗ്രഹമല്ലേ, ഇന്നൊരു ദിവസം മതിയിട്ട് അമ്മയെന്ന് പറഞ്ഞിട്ട് ഓക്കെ പറഞ്ഞു കേട്ടാ. അങ്ങനെ ഭഗവാനെയൊക്കെ തൊഴുത് അവർ സ്കൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇന്ന് ഏതെങ്കിലും ഒരു കുട്ടി നല്ല ഭംഗിയുണ്ട് ജാനു എന്ന് പറഞ്ഞില്ലെങ്കിൽ വരുമ്പോ എനിക്കുള്ളത് കേൾക്കാം. അങ്ങനെ പിള്ളേരെ ഞാൻ സ്കൂൾ വണ്ടിയിലൊക്കെ കയറ്റി വിട്ട് തിരിച്ചെത്തിയപ്പോ നമ്മുടെ ഉമ്മറത്തുള്ള മരത്തുമ്മേ ഒരു കുഞ്ഞു കുരുവേനെ കാത്തിരിക്കണ്ടായിട്ടാ.